ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. ഇന്ന് മാർച്ച് 2 ആൻഡ് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മോഡൽ എക്സാമിൻ്റെ പേപ്പറും പിന്നെ ഹാൾ ടിക്കറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോഡൽ എക്സാമിൻ്റെ മാർക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ ഓരോ സബ്ജക്റ്റിൻ്റെ ആൻസർ ഷീറ്റ്സ് ആയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കണ്ടു. അപ്പോൾ ഓവറോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്രിസ്മസ് എക്സാമിനെക്കാട്ടും എന്തുകൊണ്ടോ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സബ്ജക്റ്റ് വൈസ് മാർക്ക് നോക്കുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ഭയങ്കര മാർക്കില്ല, എന്നാലും ഒരു ആവറേജ് മാർക്ക് അത്യാവശ്യം എല്ലാത്തിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് സമയമില്ലാണ്ട് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ പേപ്പർ ഇങ്ങനെ റാൻഡമായിട്ടാണ് വെച്ചേക്കുന്നത്. ഡിഗ്രീസിങ് ഓർഡറിലോ മാർക്കിൻ്റെ ഡിഗ്രീസിങ് ഓർഡറിലോ ഇൻക്രീസിങ് ഓർഡറിലോ ഒന്നല്ല. സോ നമുക്ക് സമയമില്ലാണ്ട് നേരെ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് വൈസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബോട്ടണിയാണ്. ബോട്ടണിയിൽ 30-ൽ 12.5 കണ്ടു. 12.5 മീൻസ് 13. അപ്പോൾ ബോട്ടണിയിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് നല്ല കുറവാണ്. ഇതിനാന്ന് തോന്നുന്നു ഏറ്റവും കുറവ് വന്നിട്ട്. അപ്പോൾ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത് സുവോളജി ആയതുകൊണ്ട് തന്നെ ബോട്ടണി ഞാൻ മര്യാദയ്ക്ക് ഒന്നും പഠിക്കേണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. ഇത്ര മാർക്ക് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്നാലും ഞാൻ ഇതിനു മുമ്പ് പഠിച്ചതൊക്കെ ഓർത്ത് വെച്ച് അങ്ങനെ എഴുതിയപ്പോൾ ഇത്രയെങ്കിലും കിട്ടി. അപ്പോൾ ബോട്ടണിക്ക് 13. അപ്പോൾ അടുത്ത് വന്നിട്ട് സുവോളജിയാണ്. സുവോളജിയിൽ 30-ൽ 26 വലിയ കുഴപ്പമില്ല. ഇപ്പോൾ കൂടുതലും ഇതിൽ തെറ്റിയെന്ന് പറയുന്നത് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടല്ലോ, ഇത് ഞാൻ കറക്റ്റ് ഫസ്റ്റ് ഇവിടെ ഒന്ന് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ അവസാനം കുറച്ച് ടൈം കിട്ടിയപ്പോഴത്തേക്കും എനിക്കെന്തോ ഇതിലെന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ പിന്നെ അതൊന്നും കൂടെ മാറ്റി വരച്ചു. അപ്പോൾ 2 ശരിയും രണ്ടെണ്ണം തെറ്റുകയും ചെയ്തു. അപ്പോൾ 2 മാർക്ക് കിട്ടേണ്ടതിൽ 1 അങ്ങനെ പോയി. അങ്ങനെ നമുക്ക് 1 മാർക്ക് അങ്ങനെ പോയി. പിന്നെ വേറൊരു സംഭവം ഞാൻ അങ്ങനെ തന്നെ മാറ്റി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കറക്റ്റോ എന്തോ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ 2 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നിട്ട് ഞാനത് പിന്നെ അവസാനം പിന്നെ ഒന്നും കൂടെ ഡൗട്ട് വന്നിട്ട് പിന്നെ ഒന്നും കൂടെ അതൊന്ന് വേറെ കണ്ടോ, 14-ാമത്തെയാണെന്ന് തോന്നുന്നു. അങ്ങനെ മാറ്റി എഴുതിയപ്പോഴത്തേക്കും അത് തെറ്റായിരുന്നു, പക്ഷെ ആദ്യം എഴുതിയത് ശരിയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2-4 മാർക്ക് നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു. അത് ഒരെണ്ണമൊക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണോ, പിന്നെ ബാക്കിയുള്ളതൊക്കെ 1/2 മാർക്ക് അങ്ങനെ ചിലതിലൊക്കെ പോയി. അങ്ങനെയാണ് നമുക്ക് 4 മാർക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ സുവോളജിയിൽ 30-ൽ 26. സോ അടുത്തത് വന്നിട്ട് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഈ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. എന്നാലും പ്രതീക്ഷിച്ച അത്ര കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. 60-ൽ 44. അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വന്നതെന്ന് പറയുന്നത് ഈ ഒരു ന്യൂമാൻസ് പ്രൊജക്ഷൻ വരയ്ക്കാൻ വന്നിട്ട് സോഹോഴ്സിൻ്റെ ഈ ഒരു ഡയഗ്രമായിരുന്നു ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നും മാർക്ക് പോയി. പിന്നെ ബാക്കി എന്തൊക്കെയോ മിസ്റ്റേക്കൊക്കെ വന്നു. പിന്നെ അങ്ങനെ ഫുള്ളൊന്നും ഞാൻ പഠിച്ചിട്ടായിരുന്നില്ല, പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ കുറേ മാർക്കൊക്കെ പോയി. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയിൽ 60-ൽ 44. അപ്പോൾ അടുത്ത് വന്നിട്ട് മാത്സാണ്. മാത്സ് ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടാണ് പോയത്, പക്ഷേ ഈ എക്സാം ടഫായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ജയിക്കുമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ ജയിച്ചു ഗൈസ്. 60-ൽ കണ്ടോ, 60-ൽ 23 കാണുന്നുണ്ടോ, 23. അപ്പോൾ അതിൽ കുറേ നമ്മുടെ റാൻഡം മിസ്റ്റേക്സ്, കയ്യബദ്ധം, പിന്നെ അങ്ങനെ കുറേ എന്താ പറയുക, അങ്ങനെ പ്ലസ് ഇടുന്നിടത്ത് മൈനസ് ഇടുക, അങ്ങനത്തെ കുറേ തെറ്റുണ്ട്. അപ്പോൾ അങ്ങനെ മീൻസ് തുടക്കം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ആകുമ്പോഴത്തേക്കും ഫുൾ തെറ്റും. അപ്പോൾ അങ്ങനെ കുറേ തെറ്റി. പിന്നെ അത്യാവശ്യം ടഫും ആയിരുന്നല്ലോ എക്സാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാത്സിൽ 60-ൽ 23 മാർക്ക്. പിന്നെ അടുത്ത് വന്നിട്ട് ഫിസിക്സാണ്. ഫിസിക്സ് എനിക്ക് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ ഞാൻ അത്ര മാർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ പ്രതീക്ഷേനെക്കാട്ടും കൂടുതൽ മാർക്കുണ്ട്. ജയിക്കുമെന്നല്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഞാനൊന്നും പഠിക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു. പഠിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് കിട്ടിയേനായിരുന്നു. പക്ഷേ എക്സാം അത്യാവശ്യം ഈസി ആയിരുന്നു, അതുകൊണ്ട് തന്നെ പ്രതീക്ഷേനെക്കാട്ടും മാർക്ക് കിട്ടി ഗൈസ്. 60-ൽ 27 കാണുന്നുണ്ടോ, മീൻസ് 28. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് മാർക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് +1 ആദ്യമായിട്ടായിരിക്കും ഫിസിക്സിൽ ഇത്ര മാർക്ക് എനിക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഫിസിക്സ് ടഫായിരുന്നു ഗൈസ്. സോ എക്സാം അത്യാവശ്യം ഈസി ആയതുകൊണ്ടാണ് ഇത്ര മാർക്ക് കിട്ടിയതിന്. പബ്ലിക് എക്സാമിൻ്റെ കാര്യം നമുക്കറിയില്ല. അപ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് വരുന്നതുകൊണ്ട് തന്നെ ഫിസിക്സ് എക്സാമിന് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അടുത്ത് വന്നിട്ട് ലാംഗ്വേജാണ്. ഹിന്ദിയിൽ എനിക്ക് 80-ൽ 73.
കുഴപ്പമില്ലാത്ത മാർക്കുണ്ട് ഗൈസ്. ക്രിസ്മസ് എക്സാമിനും ഏകദേശം ഈ ഒരു മാർക്കായിരുന്നു. ഞാനങ്ങനെ ടിപ്പണിയൊന്നും പഠിക്കാത്തതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ അത്യാവശ്യം മാർക്ക് പോയിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് മാർക്ക് പോയി. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് പോയത് ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിനാണ് ഗൈസ്. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് 4 എണ്ണം എൻ്റെ തെറ്റി. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം മാർക്ക് പോയി. ബാക്കിയുള്ളതൊക്കെ ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് 7 മാർക്ക് പോയി ഗൈസ്. ഹിന്ദിയിൽ 73 നമുക്ക് ഹിന്ദിയിൽ മാർക്ക് വന്നത്. അപ്പോൾ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമുക്ക് പേപ്പർ കയ്യിലില്ല ഗൈസ്. കുറച്ച് പേപ്പറായിരുന്നു മിസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്ക് കൊടുത്തു. പിന്നെ ബാക്കി മിസ്സ് വാട്സപ്പിൽ ഇടാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ സ്കൂളിലോട്ട് വന്നപ്പോൾ മിസ്സ് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. സോ ഞാൻ വാട്സപ്പിൽ കാണിച്ചു തരാം ഗൈസ്. മിസ്സ് ഇവിടെ ഇങ്ങനെ ഓരോ പേജ് വീതം ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സോ എനിക്ക് ഇംഗ്ലീഷിൽ 80ൽ 54 കാണുന്നുണ്ടോ? 54. അപ്പോൾ മാർക്ക് ഞാൻ പ്രതീക്ഷിച്ച അത്ര ഇല്ല. ഏകദേശം ക്രിസ്മസ് എക്സാമിൻ്റെ അത്രയൊക്കെ തന്നെയുള്ളൂ. ക്രിസ്മസ് എക്സാമിന് 51 അത്ര കണ്ടുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം അത്രേ ഉള്ളൂ. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇതിൽ എനിക്ക് മിസ്റ്റേക്ക് വന്നതെന്ന് പറയുന്നത്, ലൈവ് ടി വി റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞതിൽ ഞാൻ ടി വി റിപ്പോർട്ടായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നോർമലായിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ അത് ടി വി റിപ്പോർട്ടിൽ കുറച്ച് ഡാർക്കായിട്ട് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്നത് ടി വി റിപ്പോർട്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ എഴുതി. ലൈവ് എന്ന് എഴുതി ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ലാത്തതുകൊണ്ട് തന്നെ ടി വി റിപ്പോർട്ടായിട്ട് എഴുതി. ലൈവ് റിപ്പോർട്ടല്ല, മീൻസ് ഡിഫറൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മിസ്സ് അതിന് മാർക്ക് തന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കറക്റ്റ് കാണുന്നില്ല, മാർക്ക് തരാത്ത പോലെ ഉണ്ട്. സോ അതിൽ നിന്ന് ഏകദേശം 4 മാർക്കിൻ്റെ ആണ് ക്വസ്റ്റ്യൻ, എനിക്കറിയില്ല. അപ്പോൾ അതിലൊരു 3-4 മാർക്ക് കിട്ടേണ്ടതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അത്ര മാർക്ക് എന്തോ പോയിന്ന് തോന്നുന്നു. സോ അങ്ങനെ ആ മാർക്കും പോയി. അത് കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കിട്ടിയേനെ. പിന്നെ ബാക്കി അവസാനത്തെ ഒരു പോയം തന്നിട്ട് അതിൻ്റെ സമ്മറി എഴുതാനായിരുന്നല്ലോ. അപ്പം ഞാൻ അത് എഴുതിയപ്പോൾ അതിലേകദേശം മാർക്ക് വളരെ കുറവാണ്. അതിൽ 4 അത്ര കണ്ടുള്ളൂ, 8 മാർക്ക് കിട്ടേണ്ടതില്ല. സോ അങ്ങനെ കുറച്ച് മാർക്ക് അവിടെ കുറേ പോയി. അപ്പോൾ ഇംഗ്ലീഷിന് അത്യാവശ്യം ഒരു ആവറേജ് മാർക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയാണ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്, ക്രിസ്മസ് എക്സാമിന് ഞാൻ ബയോളജീൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ പ്രാവശ്യം നമ്മൾ ബയോളജി എക്സാം എഴുതി. ഞാൻ കൂടുതലും പഠിച്ചത് സുവോളജി ആയതുകൊണ്ട് തന്നെ സുവോളജിക്ക് മാർക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പബ്ലിക് എക്സാമിന് നമുക്ക് കൂടുതലും ഇനി ബോട്ടണി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഹിന്ദി അത്യാവശ്യം ഒരേപോലെയായിരുന്നു. ഫിസിക്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസ് എക്സാമിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഏകദേശം 5-6 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മാത്സിലും ചെറുതായിട്ട് എവിടെയോ ടഫായിട്ട് നമ്മൾ ജയിച്ചില്ലേ ഗൈസ്. സോ അങ്ങനെ കെമിസ്ട്രിയിലും വലിയ കുഴപ്പമില്ലാണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സുവോളജി നമ്മൾ അത്യാവശ്യം മാർക്ക് വാങ്ങി ഗൈസ്. സുവോളജിയിൽ നമ്മൾ ക്രിസ്മസ് എക്സാം എഴുതിയില്ലല്ലോ. സോ ഈ പ്രാവശ്യം എഴുതി. അത്യാവശ്യം സിമ്പിൾ എക്സാം ആയിരുന്നു. ഞാൻ കുറച്ച് മണ്ടത്തരം അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ 4 മാർക്കും നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ അത്രോളത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടി. അതേപോലെ തന്നെ സുവോളജീൻ്റെ റെക്കോർഡിൻ്റെ ബുക്ക് കിട്ടി. പിന്നെ മിസ്സ് റെക്കോർഡ് എങ്ങനെ എഴുതണ്ടേന്നും, പിന്നെ വെക്കേഷൻ നമുക്ക് കുറേ റെക്കോർഡ് എഴുതാനുണ്ട് കേസ്. വെക്കേഷൻ മുമ്പ് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും അതെന്തോ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നതോ ചെയ്യണം. അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് വെക്കേഷനൊന്നും റെസ്റ്റൊന്നും ഇല്ല, കുറേ വരയ്ക്കാനും എഴുതാനൊക്കെ ഉണ്ട്. സോ ഇന്ന് നമുക്ക് റെക്കോർഡ് കിട്ടി, ഹാൾ ടിക്കറ്റ് കിട്ടി, അപ്പോൾ പേപ്പർ കിട്ടി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ അവസാനത്തെ ഡേ എന്ന് പറയുന്നത് +1. ഇനി നമുക്ക് എക്സാമാണ്, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇംഗ്ലീഷിനാണ്. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക്? മോഡൽ എക്സാമിൻ്റെ പേപ്പറൊക്കെ കിട്ടിയോ ഗൈസ്? മാർക്കൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്ര ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.